ഹായ് ഓൾ, വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 2025 മെയ്യിലെ PSC ബുള്ളറ്റിനിലെ കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ആണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ഉള്ളത്. ഇനി വരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ്, KAS, ലാബ് അസിസ്റ്റൻറ്റ് പോലെയുള്ള എക്സാമുകളിൽ ഇതിൽ നിന്നുള്ള കറണ്ട് അഫെയർസ് ക്വസ്റ്റ്യൻസ് ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും ഇതൊക്കെ നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു, കമ്മീഷൻ ചെയ്തു. കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം മെയ് 2 പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിന് സമർപ്പിച്ചു. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രേവോ തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ 14 എന്നാകും ഇനി അറിയപ്പെടുക. ആഗോള കത്തോലിക്ക സഭയുടെ 267ാമത്തെ മാർപ്പാപ്പയായി അമേരിക്കൻ കർദിനാളായ റോബർട്ട് പ്രേവോ തിരഞ്ഞെടുക്കപ്പെട്ടു. അമേരിക്കയിൽ നിന്നുള്ള ആദ്യ മാർപ്പാപ്പയായ അദ്ദേഹം ലിയോ 14 എന്നാകും ഇനി അറിയപ്പെടുക. അപ്പം പുതിയ മാർപ്പാപ്പയാണ് ലിയോ 14. അദ്ദേഹത്തിൻ്റെ ശരിയായിട്ടുള്ള പേരാണ് റോബർട്ട് പ്രേവോ. അദ്ദേഹം 267ാമത്തെ മാർപ്പാപ്പയാണ്. ഓക്കെ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. പഹൽഗാം ഭീകരാക്രമണത്തിന് ഇന്ത്യ നൽകിയ തിരിച്ചടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തു. സുപ്രീം കോടതിയുടെ 52ാമത് ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് BR ഗവായ് സത്യപ്രതിജ്ഞ ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ ഇപ്പോഴത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസാണ് BR ഗവായ്. ഓക്കെ. കനേഡിയൻ പ്രധാനമന്ത്രിയായി ലിബറൽ പാർട്ടി നേതാവ് മാർക്ക് കാർണി 4 വർഷത്തേക്ക് കൂടി തിരഞ്ഞെടുക്കപ്പെട്ടു. കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി. ലേബർ പാർട്ടി നേതാവ് ആന്റണി ആൽബനീസ് ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രിയായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആന്റണി ആൽബനീസ്. ജർമ്മനിയുടെ 10ാം ചാൻസലറായി കൺസർവേറ്റീവ് പാർട്ടി നേതാവ് ഫ്രീഡിക് മർസസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ജർമ്മനിയുടെ 10ാം ചാൻസലർ ഫ്രീഡിക് മർസസ്. RBIയുടെ ഡെപ്യൂട്ടി ഗവർണറായി പൂനം ഗുപ്ത നിയമിതയായി. RBIയുടെ ഡെപ്യൂട്ടി ഗവർണർ പൂനം ഗുപ്ത. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് NDPS. മയക്കുമരുന്ന് കടത്തുമായി ബന്ധപ്പെട്ട കേസുകളിൽ ഉൾപ്പെടുന്നവരെ കരുതൽ തടങ്കലിലാക്കാനുള്ള നിയമമാണ് പിറ്റ് NDPS. നിപുൺ ആഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസിൻ്റെ ചെയർമാനായി നിയമിതനായി. നിപുൺ ആഗർവാൾ എയർ ഇന്ത്യ എക്സ്പ്രസ് ചെയർമാൻ. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. ആന്ധ്രാപ്രദേശിലെ അമരാവതിയിലാണ് ഇന്ത്യയിലെ ആദ്യ ക്വാണ്ടം കമ്പ്യൂട്ടിംഗ് വില്ലേജ് നിലവിൽ വരുന്നത്. മുംബൈ ഇൻ്റർനാഷണൽ ക്രൂയിസ് ടെർമിനലാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ക്രൂയിസ് ടെർമിനൽ. ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. ദേവപ്രയാഗ് ജനാസു തുരങ്കമാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ റെയിൽവേ തുരങ്കം. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവിയായി രാജേഷ് രവീന്ദ്രൻ നിയമിതനായി. സംസ്ഥാനത്തെ മുഖ്യ വനം മേധാവി രാജേഷ് രവീന്ദ്രൻ. ന്യൂഡൽഹിയിലെ മിലിറ്ററി നഴ്സിംഗ് സർവീസിൽ അഡീഷണൽ ഡയറക്ടർ ജനറലായി മലയാളിയായ മേജർ ജനറൽ PV ലിസിയമ്മ നിയമിതയായി.
ആഫ്രിക്കൻ രാജ്യമായ അങ്കോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലോറൻജോ 4 ദിവസത്തെ ഇന്ത്യ സന്ദർശനത്തിനായി ന്യൂഡൽഹിയിൽ എത്തി. അങ്കോളയുടെ പ്രസിഡന്റ് ജാവോ മാനുവൽ ലോറൻജോ. ജോൺ എഫ് കെന്നഡിയുടെ പേരിലുള്ള ധീരതാ പുരസ്കാരം മുൻ US വൈസ് പ്രസിഡന്റ് മൈക്ക് പെൻസിന്. 1970 സോവിയറ്റ് യൂണിയൻ ശുക്രപര്യവേഷണത്തിനായി വിക്ഷേപിച്ച കോസ്മോസ് 482 പേടകത്തിൻ്റെ ലാൻഡിംഗ് മോഡ്യൂൾ മെയ് 10 ഭൂമിയിൽ പതിച്ചു. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഓട്ടോമേറ്റഡ് ടെർമിനൽ തുറമുഖമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡിൻ്റെ ചെയർമാനായി അലോക് ജോഷി നിയമിതനായി. നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസറി ബോർഡ് ചെയർമാൻ അലോക് ജോഷി. ഹൾ 096 ആണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. ഹൾ 096 ആണ് ലോകത്തെ ഏറ്റവും വലിയ വൈദ്യുത കപ്പൽ. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന്. 75,000 രൂപയും പ്രശംസാപത്രവും പത്മരാഗക്കല്ലു പതിച്ച ശില്പവും അടങ്ങുന്നതാണ് പുരസ്കാരം. ഈ വർഷത്തെ പത്മപ്രഭ സാഹിത്യ പുരസ്കാരം ആലങ്കോട് ലീലാകൃഷ്ണന്. മലയാള സാഹിത്യത്തിലെ സമഗ്ര സംഭാവനയ്ക്കുള്ള പ്രൊഫസർ പി രഘുരാമൻ നായർ ട്രസ്റ്റിൻ്റെ സാഹിത്യ പുരസ്കാരം കെ ജയകുമാറിന്. പ്രൊഫസർ കെടാകുളം കരുണാകരൻ പുരസ്കാരം കെ ജയകുമാറിന്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പണ്ടുരംഗ ഹെഗ്ഡെയ്ക്ക്. പ്രഥമ MP വീരേന്ദ്രകുമാർ സ്മാരക ദേശീയ പുരസ്കാരം അപ്പിക്കോ പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകൻ പണ്ടുരംഗ ഹെഗ്ഡെയ്ക്ക്. ജന്മഭൂമി പുരസ്കാരം KS ചിത്രയ്ക്ക്. 1,00,000 രൂപയും പ്രശസ്തിപത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. ജന്മഭൂമി പുരസ്കാരം KS ചിത്രയ്ക്ക്. സമർ അബു എലൂഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം. ഇരുകൈകളും അറ്റുപോയ പലസ്തീൻ ബാലനായ മഹമൂദ് അസ്ജോറിൻ്റെ ചിത്രമാണ് പുരസ്കാരത്തിന് അർഹമായത്. സമർ അബു എലൂഫിനാണ് 2025 വേൾഡ് പ്രസ് ഫോട്ടോ ഓഫ് ദി ഇയർ പുരസ്കാരം. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഇന്ത്യക്കാരനായ വൈഭവ് സൂര്യവംശി. 14 വയസ്സും 32 ദിവസവുമായിരുന്നു പ്രായം. രാജസ്ഥാൻ റോയൽസ് താരമായ വൈഭവ് ഗുജറാത്ത് ടൈറ്റൻസിനെതിരെ 35 പന്തിലാണ് സെഞ്ചുറി തികച്ചത്. IPL കളിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ താരവും വൈഭവാണ്. T20 ക്രിക്കറ്റിൽ സെഞ്ചുറി നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരം ഇന്ത്യക്കാരനായ വൈഭവ് സൂര്യവംശി. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നമാണ് ഗജസിംഹ. ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസിൻ്റെ ഭാഗ്യചിഹ്നം ഗജസിംഹ. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. ദക്ഷിണ കൊറിയയിലെ ഗുമിയാണ് ഏഷ്യൻ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക്. ഫൈനലിൽ ജംഷഡ്പൂർ FCയെ എതിരില്ലാത്ത 3 ഗോളുകൾക്ക് തകർത്താണ് കിരീടം സ്വന്തമാക്കിയത്. സൂപ്പർ കപ്പ് ഫുട്ബോൾ കിരീടം FC ഗോവയ്ക്ക്. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിതാ 1-ാം നമ്പർ ആരിയാന സബലെങ്കയ്ക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കോങ്കോ ഗാഫിനെയാണ് ബെലറൂസ് താരം കീഴടക്കിയത്. മാഡ്രിഡ് ഓപ്പൺ ടെന്നീസ് കിരീടം ലോക വനിതാ 1-ാം നമ്പർ ആരിയാന സബലെങ്കയ്ക്ക്. ഫൈനലിൽ അമേരിക്കയുടെ കോങ്കോ ഗാഫിനെയാണ് ബെലറൂസ് താരം കീഴടക്കിയത്. ഇന്ത്യൻ ടെസ്റ്റ് ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, മുൻ ക്യാപ്റ്റൻ വിരാട് കോഹ്ലി എന്നിവർ ടെസ്റ്റ് ക്രിക്കറ്റിൽ നിന്ന് വിരമിക്കൽ പ്രഖ്യാപിച്ചു. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീമിൻ്റെ മുഖ്യ പരിശീലകനായിരുന്ന പ്രൊഫസർ സണ്ണി തോമസ് അന്തരിച്ചു. 2002 രാജ്യം ദ്രോണാചാര്യ
നൽകി ആദരിച്ചിരുന്നു. മുൻ കേന്ദ്രമന്ത്രി ഗിരിജ വ്യാസ് അന്തരിച്ചു. സാക്ഷരതാ പ്രവർത്തകയും പത്മശ്രീ ജേതാവുമായ KV റാബ്രിയ അന്തരിച്ചു. കർണാടക സംഗീതജ്ഞ ഗോമതി ചിദംബരം അന്തരിച്ചു. ഓക്കെ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക്